ഹായ്. അപ്പോൾ ജൂൺ എക്സാം ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, വളരെ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. നല്ലോണം എഴുതാൻ പറ്റിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എഴുതാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിലും ചെറിയൊരു സന്തോഷം ഉണ്ടാവും. കാരണം എന്തോ ഒരു തലേന്ന് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച പോലുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നല്ല നല്ല ബുക്കുകൾ വായിക്കുക. എന്താ പറയുക, നിങ്ങൾ എക്സാം നടക്കുന്ന അല്ലെങ്കിൽ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് നിങ്ങൾ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് വെച്ച കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ അങ്ങനെ പഠിക്കാനിരുന്ന സമയത്തായിരിക്കും നമുക്ക് അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്ന് തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ പഠിക്കുകയാണെന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ആഗ്രഹങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറേ യാത്രകൾ പോകാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അപ്പോൾ നല്ല നല്ല യാത്രകൾ പോവാം. അതേപോലെ കുറേ ഫങ്ഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാത്തതുണ്ടാവും. അങ്ങനെ റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. അതൊക്കെ പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അവിടെ അങ്ങനത്തെ ആൾക്കാരെ പോയി കാണുക, അവരോട് സംസാരിക്കുക. ഓക്കെ, അങ്ങനെ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, പുതുക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം ചില ആൾക്കാരൊക്കെ ഇപ്പോൾ ജൂൺ അറ്റംപ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ഗ്രൂപ്പിൻ്റെ എക്സാം എഴുതിയിട്ട് ഇനി ഡിസംബറിലേക്ക് അടുത്ത ഗ്രൂപ്പ് എഴുതാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ അവർക്ക് നേരെ മൊത്തം ഇനി അങ്ങനെ എന്താ പറയുക റിലാക്സേഷനിലേക്ക് പോകാൻ പറ്റില്ല. അവരെന്ത് ചെയ്യണം, ആ ഒരു ഡിസംബറിലേക്കുള്ള ക്ലാസ്സുകളൊക്കെ കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ടാവും, ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരങ്ങനെ പോവാം. അല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഇനി എന്ത് ചെയ്തിട്ടുണ്ടാവും, കോച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് എഴുതിയിട്ട് ഇനി ഡിസംബറിലേക്ക് പഠിക്കാൻ ഉള്ള. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യുക, പുതിയ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്തിട്ട് അത് ക്ലാസ്സുകൾ കണ്ടു തുടങ്ങുക. അതിനൊന്നും എന്ത് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറേശ്ശെ എന്ത് ചെയ്യുക, കണ്ടു തുടങ്ങുക. കാരണം ഒന്നായിട്ട് ഒരു സമയത്തേക്ക് വെക്കാതെ നിങ്ങൾക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. നമ്മൾ CMA സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് പല ആൾക്കാരും നമ്മളത് ചെയ്യുന്ന സമയത്ത് 75 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ആൾക്കാർ ആ വീഡിയോ കാണുന്നത് 30 ദിവസവും 20 ദിവസമൊക്കെ ഉള്ള സമയത്താണ്. അപ്പോൾ അവരിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ ഈ വീഡിയോ അന്ന് കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ പഠിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ എനിക്ക് 75 ദിവസം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സമയം സ്പെൻഡ് ചെയ്താൽ മതി. 2 മണിക്കൂർ 3 മണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്ന ആ സമയം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുന്നതും അവസാനത്തെ സമയത്തുമ്പോൾ ആ സമയത്തും വളരെയധികം സമയം കൊടുക്കാതെ ചെറിയ സമയം ഇരുന്ന് പഠിച്ചുകൊണ്ട് റിലാക്സ് ആയിട്ട് പഠിച്ച് പാസ്സാവാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ്ങിന് പോവുക എന്നുള്ളതാണ്. നമ്മൾ CMA ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, CMA ട്രെയിനിങ്ങിന് പോകാൻ പറ്റുന്നതാണ്. അല്ലാതെ CMA ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പാസ്സാവണമെന്നോ ഇന്റർ പാസ്സാവണമെന്നൊന്നുമില്ല. CMA ഇന്റർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CMAയുടെ ട്രെയിനിങ്ങിന് വേണ്ടി പോകാൻ പറ്റുന്നതാണ്. അത് മുതലുള്ള പീരീഡ് ഇപ്പം ഇന്ന് രജിസ്റ്റർ ചെയ്തു, നാളെ മുതൽ ഞാൻ ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ അതൊക്കെ ട്രെയിനിങ്ങിൽ പാർട്ടായിട്ട് നമുക്ക് 15 മാസമാണ് ട്രെയിനിങ് ഉള്ളത് അല്ലേ. ആ പീരീഡിലേക്ക് നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ട്രെയിനിങ്ങിന് നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. ഇപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവുകൾ വരുന്ന എവിടേക്കാണോ വേക്കൻസി ഉള്ളത് അത് നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ആരും ഇല്ലാത്തതുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് ടെലിഗ്രാം ചാനലിൽ ഇതാവുക. ഇനി അതല്ലാത്ത മറ്റുള്ള ഗ്രൂപ്പുകളിലും മറ്റുള്ള ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ പോസ്റ്ററുകൾ ഇടുന്നുണ്ട് വേക്കൻസി വരുമ്പോൾ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇൻ്റർവ്യൂ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അതിനെപ്പറ്റി നമുക്ക് പറയാം. അതിൻ്റെ മുന്നേ നമുക്ക് നല്ലൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സന്തോഷമുള്ള ഒരു നിമിഷമാണ്. അഥവാ നമ്മുടെ ക്ലാസ് നമ്മൾ ജൂൺ അറ്റംപ്റ്റിലേക്ക് നമ്മൾ റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം കുട്ടികൾ എന്ത് ചെയ്തു, അത് പർച്ചേസ് ചെയ്തു. ഓക്കെ, ഞാൻ നമ്പറൊന്നും പറയുന്നില്ല, പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ ലിസ്റ്റിലേക്ക് നമ്മുടെ ക്ലാസ്സും വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്തു. പല സബ്ജക്റ്റുകളും, കോസ്റ്റ് അക്കൗണ്ടിങ് ആവട്ടെ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആവട്ടെ. ഇത് പർച്ചേസ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഭവം. കാരണം നമ്മളെക്കാൾ പ്രൈസ് കുറവുള്ള എന്തുണ്ട്, ക്ലാസ്സുകൾ നമ്മുടെ അവൈലബിൾ ആണ് അല്ലേ. നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മളെ ക്ലാസ്സിനെയും കാട്ടിയും ഒരു 500 400 ഒക്കെ രൂപ വില കുറവുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. എന്നിട്ട് കൂടി കുട്ടികൾ നമ്മുടെ ക്ലാസ് ചൂസ് ചെയ്തു. അതാണ് അത്ഭുതം. ഓക്കെ, അപ്പോൾ അത്രയും അവിടെ നമുക്ക് തരുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട് അല്ലേ. ഈ ഒരു ഇത്രയും കുറച്ച് പൈസ കൂടുതലാണെങ്കിലും നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്തു. അപ്പോൾ അവിടെ ആ ട്രസ്റ്റ്, നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, കുട്ടികൾ നമുക്ക് തരുന്ന ആ ഒരു ട്രസ്റ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, അപ്പോൾ പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് പ്രകാരം വളരെയധികം സന്തോഷം തരുന്ന ഫീഡ്ബാക്കുകളാണ് കിട്ടിയിട്ടുള്ളത്. അഥവാ നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർ നമുക്ക് ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം അത് നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. അത് വളരെയധികം ഒരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ. ആ കുട്ടികൾ നമ്മളെ മേലെ തന്നിട്ടുള്ള ട്രസ്റ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റി. അവർ ഉദ്ദേശിച്ചിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിൽ 20,000 രൂപയ്ക്ക് ലാപ്ടോപ്പ് വാങ്ങാം, 50,000 രൂപയ്ക്ക് ലാപ്ടോപ്പ് വാങ്ങാം. അപ്പോൾ 20,000-ന്റെ ലാപ്ടോപ്പ് വാങ്ങാതെ നമ്മൾ 50,000-ന്റെ ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് ഉദ്ദേശിക്കുന്നുണ്ട്, ഓക്കെ എനിക്ക് എന്തോ ഒരു ക്വാളിറ്റി അവിടെ കിട്ടണം,
അല്ലേ? അല്ലെങ്കിൽ ഇവിടെ 20,000-ൽ കിട്ടുന്നതിനെക്കാട്ടും ഫീച്ചേഴ്സ് ഫംഗ്ഷൻസ് എനിക്ക് കൂടുതൽ കിട്ടണം, ആ ഒരു ക്വാളിറ്റി അല്ല ഇത് കുറേ കാലം നിൽക്കണം, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ആ ലാപ്ടോപ്പ് 50,000-ന്റെ വാങ്ങുന്നത്. എന്നതുപോലെ നമ്മുടെ ക്ലാസ് വാങ്ങുന്ന കുട്ടികൾക്കും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ ഒരു ക്ലാസ് വാങ്ങിക്കഴിഞ്ഞാൽ അല്ലേ അതിനേതായിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടും എന്നുള്ളത്. അപ്പം എന്താണ് പറയുക, അത് കുട്ടികളുടെ ഫീഡ്ബാക്ക് കിട്ടി നോക്കുന്ന സമയത്ത് എനിക്കത് എന്താ പറയുക അങ്ങനെയാണ് മനസ്സിലാവുന്നത്, അത് അവർക്ക് കിട്ടി, അവർ ഉദ്ദേശിച്ച ക്വാളിറ്റിയിലുള്ള ക്ലാസ് അവർക്ക് കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെയായിട്ടുള്ള സന്തോഷമുള്ള ഒരു സംഭവമാണ്. അതേപോലെ തന്നെ നമ്മളൊരു അവസാനത്തെ എക്സാമിൻ്റെ അവസാനത്തെ സമയങ്ങളിൽ നമ്മൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫ്രീ ആയിട്ടുള്ള. അപ്പോൾ അതിലും എനിക്ക് വളരെ എന്താ പറയുക, കുറേ കുട്ടികൾ ചോദിച്ചു സാർ ഇപ്പം എന്തിനാ ഇങ്ങനെ ചെയ്തേ, വളരെ സന്തോഷമായി എന്നുള്ള രീതിയിൽ കുറേ കുട്ടികൾ എന്ത് ചെയ്തു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ നമ്മുടെ ആഡ് കണ്ടപ്പോഴും പല ആൾക്കാർ വിചാരിച്ചത് എന്തോ പറ്റിക്കൽ പരിപാടിയാണ്, ഫ്രീ ഒക്കെ തരും അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം ഇങ്ങനെ ഫ്രീ കിട്ടുമോ എന്നുള്ള. പക്ഷെങ്കിൽ എല്ലാവരും എന്ത് ചെയ്തു, കുറേ ആൾക്കാർ ആ ഒരു സംഭവം യൂസ് ചെയ്തു. അവസാന നിമിഷമാണെങ്കിലും അവർക്കത് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ആ ഒരു ഇങ്ങനെ ഒരു അനൗൺസ് ചെയ്ത സംഭവം, ഫ്രീ ആണെന്നുള്ള അനൗൺസ് ചെയ്ത സംഭവം കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരുന്നു. അവർ കുറേ പിന്നെ എക്സാം കഴിഞ്ഞ വിഷമം പറയുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താ കേട്ടോ, അങ്ങനത്തെ കുറേ നല്ല നിമിഷങ്ങളിലൂടെ ആയിരുന്നു ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റഡി പ്ലാനും നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും, അങ്ങനെ സ്റ്റഡി പ്ലാൻ അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിച്ച ആൾക്കാരും അതിൻ്റെ റിസൾട്ടും പറഞ്ഞു. അപ്പം കുറേ സന്തോഷങ്ങളുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സന്തോഷങ്ങളൊക്കെ ഇപ്പം എന്തിനാണ് നിങ്ങളോട് പറയുന്നത്? ഓക്കെ, നിങ്ങളിപ്പോൾ ഈ സന്തോഷം കേൾക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ വീഡിയോ കാണുന്നത്. അപ്പം നിങ്ങളും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പാർട്ടായിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ആ സന്തോഷം പങ്കുവെച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ നിങ്ങളിപ്പോൾ കാണാൻ വന്നിട്ടുള്ളത് CMA പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസംബർ അറ്റംപ്റ്റിലേക്കുള്ള നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ വേണം, ഇനി ഡെമോ ക്ലാസ്സൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, CMA പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്താണ് അതിനെപ്പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം മൈ നെയിം ഈസ് CMA റമീസ് കാരാട്ട്. വെൽക്കം ടു CMA റമീസ് ക്ലാസ്സസ്. അപ്പോൾ നമുക്ക് CMA ട്രെയിനിങ്ങിനെ പറ്റി പറയാം. CMA ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഈ ഒരു സിലബസിലേക്കും വെച്ചിട്ട് എന്താ പറയുക, നമ്മുടെ സ്ട്രക്ചർ അല്ലേ, നമ്മൾ ഇൻ്റർമീഡിയറ്റ് പാസ്സായി ഫൈനൽ നമ്മൾ ചെയ്യുന്നു, ഫൈനൽ കഴിഞ്ഞിട്ട് നമ്മളൊരു CMA കാരനായിട്ട് മാറുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എന്തിനതൊക്കെ പഠിക്കുന്നത്, എന്തിനാണ് അതൊക്കെ പഠിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യണം, നല്ല ജോലി ചെയ്യണം. അപ്പം നല്ല ജോലി ചെയ്യാൻ നല്ല നോളേജ് ആവശ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള തിയറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബുക്കുകളിൽ നിന്നും നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നും നമ്മൾ പഠിക്കുന്നത്. ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരാൾക്കാണ് സത്യം പറഞ്ഞാൽ CMA ആയി കഴിഞ്ഞാൽ കൂടി മാർക്കറ്റിൽ അവസരങ്ങളുള്ളത്, മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അല്ലാതെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു കമ്പനി നടത്തുകയാണ്, CMA കഴിഞ്ഞ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യാത്ത ഒരാൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അല്ല, CMA പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒക്കെ ഒരു 15 മാസം ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. നിങ്ങൾ ആരായിരിക്കും അപ്പോയിന്റ് ചെയ്യുക? നിങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെന്റിലുള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾ ആരായിരിക്കും അപ്പോയിന്റ് ചെയ്യുക? 15 മാസം ആണെങ്കിൽ 15 മാസം വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയായിരിക്കും നമ്മൾ അപ്പോയിന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രത്തോളം വലിയൊരു പാർട്ടാണ് CMAയുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ട്രെയിനിങ്ങിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുകയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ വിചാരിക്കുകയൊക്കെ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ, ഞാനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സാറ് വന്നിട്ട് മോനെ ഇത് നിൽക്ക് അത് നിൽക്ക്, ഇത് ഇങ്ങനെ ചെയ്യുക അതിങ്ങനെ ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. നമ്മൾ റിയൽ കമ്പനികളുടെ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഞാനൊരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഇവരെന്താണ്, റിയൽ ആയിട്ടുള്ള വർക്കാണ് പഠിക്കുന്നത്. അവിടെ റിയൽ ആയിട്ട് അവർ ഇൻകം ടാക്സ് ചെയ്യാൻ പഠിക്കുന്നു, അവർ GST ഫയൽ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നു, GSTയുടെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നു, LLP, പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയിട്ടുള്ള കമ്പനികൾ രജിസ്റ്റർ ചെയ്യാൻ പഠിക്കുന്നു, അതിൻ്റെ വർഷാവർഷങ്ങളിലുള്ള ഫയലിങ്ങുകൾ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നു, ഓഡിറ്റിംഗ് പഠിക്കുന്നു. അത് തന്നെ ഇന്റേണൽ ഓഡിറ്റിംഗ് അവിടെ ചെയ്യുന്നു. ഈ കോസ്റ്റ് ഓഡിറ്റ് പരമായിട്ടുള്ള, കോസ്റ്റിംഗ് പരമായിട്ടുള്ള, മാനേജ്മെന്റ് അക്കൗണ്ട്സ് പരമായിട്ടുള്ള വർക്കുകൾ ചെയ്ത് പഠിക്കുന്നു. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു 15 മാസത്തെ ട്രെയിനിങ് അവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇനി അവർ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ പഠിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിലോ, ഫൈനലും അവർക്ക് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റും. കാരണം പ്രാക്ടിക്കൽ നോളജ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നില്ല, ഫൈനൽ ഇവർക്ക് പാസ്സാവാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. എങ്കിൽ കൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർമീഡിയറ്റ് എന്നുള്ള ഈ ഒരു ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും കൊണ്ട് ജോലിക്ക് കയറാൻ പറ്റുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിന് നിർബന്ധമായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ അറിയേണ്ടത് കുറേ ഡൗട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒന്നാമത്തത് നമ്മുടെ ഡ്യൂറേഷൻ ആണ്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഡ്യൂറേഷൻ വരുന്നത് 3 year ആണ്. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും 3 year ഞാൻ കേട്ടിട്ടുള്ളത് 15 മാസം എന്നാണല്ലോ. അതെ, 15 മാസമാണ് നമ്മളുടെ ട്രെയിനിങ് വരുന്നത്. എപ്പോൾ നിങ്ങൾക്ക് ഫൈനലിന്റെ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൈനൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് നമ്മൾ 15 month ട്രെയിനിങ് ആണ് എന്ത് ചെയ്യേണ്ടത്,
അത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സാം ഒക്കെ ക്വാളിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള 21 മാസത്തെ ട്രെയിനിങ് കൂടി ചെയ്യേണ്ടതുണ്ട്. അഥവാ ടോട്ടൽ നമ്മുടെ CMAയുടെ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം തന്നെയാണ്. ഈ 3 വർഷത്തെ ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമാണ് നിങ്ങൾ CMA ക്വാളിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ CMA എന്നുള്ള മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുക. അസോസിയേറ്റ് മെമ്പർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 3 വർഷത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോഴാണ് ശരിക്കും ഇപ്പൊ എന്റെ പേരിന്റെ കൂടെ CMA റമീസ് എന്ന് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, CMAയുടെ അസോസിയേറ്റ് മെമ്പർ ആയിട്ട് മാറണം, മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ 3 വർഷത്തെ എന്ത് ചെയ്യണം, ട്രെയിനിങ് പീരീഡ് ക്വാളിഫൈ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇന്ന് CMA പാസ്സായി കഴിഞ്ഞാൽ നാളെ എൻ്റെ പേര് ശരിക്കും എന്തല്ല, CMA റമീസ് എന്നല്ല. ഞാൻ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമാണ് എനിക്ക് ആ CMA എന്നുള്ള പേര് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ പല ആൾക്കാരും അല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ റൂളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക, 3 വർഷമാണ്. അതിൽ 15 മാസം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ചെയ്യണം. പണ്ടത്തെ സിലബസ് പ്രകാരമാണെങ്കിൽ 6 മാസം ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും 15 മാസമാണ് ട്രെയിനിങ് ചെയ്യേണ്ടത്. അവിടെയും ഒരു ഡൗട്ട് ഉണ്ട്. ചില ആൾക്കാർക്ക് 15 മാസത്തെ ട്രെയിനിങ് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്ത് അപ്പം മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഫൈനലിന്റെ ഏതെങ്കിലും ഒരു സിംഗിൾ ഗ്രൂപ്പ് പേപ്പർ എഴുതണമെങ്കിൽ, സിംഗിൾ ഗ്രൂപ്പ് എഴുതണം. അപ്പോൾ 3rd ഗ്രൂപ്പോ 4th ഗ്രൂപ്പോ എഴുതണമെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഒക്കെ പാസ്സായി, നിങ്ങൾ 3rd ഗ്രൂപ്പ് മാത്രമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ട്രെയിനിങ് ചെയ്യേണ്ട. 4th ഗ്രൂപ്പ് മാത്രമാണ് ചെയ്യുന്നത്, ട്രെയിനിങ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ 3rd ഗ്രൂപ്പ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ പാസ്സായി. ഇനി 4th ഗ്രൂപ്പ് നിങ്ങൾ എക്സാം എഴുതാൻ പോവാണ്, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ട്രെയിനിങ് വേണം. അതല്ല, നിങ്ങൾ നേരെ ബോത്ത് ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത്, എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിലും നിങ്ങൾ അവിടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതും 15 മാസത്തെ ട്രെയിനിങ് അപ്പോഴും കംപ്ലീറ്റ് ചെയ്യണം എന്നില്ല. നിങ്ങൾ 10 മാസത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇത് കുറേ ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവമാണ്. 10 മാസത്തെ ട്രെയിനിങ് എപ്പോഴാണെന്ന് അറിയോ? അവിടെ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്. കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡിസംബർ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31st ഓഗസ്റ്റ് ആണ്. 31st ഓഗസ്റ്റിന്റെ മുന്നേ, അല്ലെങ്കിൽ 31st ഓഗസ്റ്റോട് കൂടി നിങ്ങൾ ഒരു ഫോം അപ്ലോഡ് ചെയ്യണം. ഈ ഫോമിൽ നിങ്ങൾ 10 മാസത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഓഗസ്റ്റ് 31 ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 10 മാസത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ഉണ്ടാവണം. അപ്പോൾ തന്നെ നമ്മൾ ഫോം എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. 15 മാസം ആവണമെന്നില്ല. ഇനി ജൂണിൽ എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരിയാണ്. ഫെബ്രുവരി 28, 29 ആകുമ്പോഴത്തേന് 10 മാസം എന്തായിട്ടുണ്ടാവണം, അവരുടെ ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. അല്ലാതെ 15 മാസം ആവണം എന്നില്ല. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോം അപ്ലോഡ് ചെയ്യുക. ഈ ഒരു ഡേറ്റിൽ തന്നെ നമ്മൾ ഫോം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓഗസ്റ്റിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ നമ്മൾ ഫോം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ ബോത്ത് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. പിന്നുള്ള 21 മന്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മൾ എക്സാം ഒക്കെ എഴുതി പാസ്സായി കഴിഞ്ഞതിന് ശേഷം, CMA പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ടുള്ള ഒരു സംഭവം, നമുക്ക് എവിടെയൊക്കെയാണ് ട്രെയിനിങ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രാക്ടീസിങ് CMA എന്നുള്ളതാണ്. ഒരു CMA പ്രാക്ടീസ് ചെയ്യുന്ന ആളെ, അല്ലെങ്കിൽ ഫേമുകൾ ഉണ്ട്, CMA ഫേമുകൾ ഉണ്ട്. അപ്പോൾ ഒന്നിലധികം ആൾക്കാർ, ഇപ്പോൾ ഞാനും എൻ്റെ പാർട്ണറും കൂടി ഒരു CMA ഫേം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ കമ്പനീസിലും സ്ഥലത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രെയിനിങ്ങിന് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു അസോസിയേറ്റ് മെമ്പർ ആണെങ്കിൽ എനിക്ക് 10 ആൾക്കാരെ വരെ എൻ്റെ കീഴിൽ എന്ത് ചെയ്യാം, ട്രെയിനിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ FCMA ആണ്, ഞാൻ ഫെല്ലോ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ കീഴിൽ 15 ആൾക്കാരെ വരെ ട്രെയിനിങ്ങിന് വേണ്ടി വെക്കാൻ പറ്റും. ഓക്കെ, ഇനി അപ്പോൾ അങ്ങനെയാണ് പ്രാക്ടീസിങ് CMAൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങൾക്ക് എന്താണ് വർക്കുകൾ ഉണ്ടാവുക? അവിടെ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ GST, ഇൻകം ടാക്സ്, മറ്റുള്ള കമ്പനികളുടെ അക്കൗണ്ട്സ്, അവരുടെ അക്കൗണ്ട്സിന്റെ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക, അവരുടെ കമ്പനി ഓഡിറ്റ് ചെയ്യുക, പലതരത്തിലുള്ള ഓഡിറ്റുകൾ ചെയ്യുക, ഈ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ വർക്കുകൾ ചെയ്യുക, അതിന്റെ ആനുവൽ ഫയലിങ്ങുകൾ ചെയ്യുക, ട്രേഡ് മാർക്കിന്റെ വർക്ക് ചെയ്യുക, അങ്ങനെ അതേപോലെ കോസ്റ്റ് പരമായിട്ടുള്ള കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുക, കോസ്റ്റ് ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യുക, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വർക്കുകളായിരിക്കും നിങ്ങൾക്ക് എവിടെ ചെയ്യാനുണ്ടാവുക, ഒരു പ്രാക്ടീസിങ് CMAൻ്റെ അടിയിൽ നിങ്ങൾ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുക. അഥവാ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്, എല്ലാവരും അത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പം നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾക്ക് CMA കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിങ് CMA ആയിട്ട് മാറാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ, നിർബന്ധമായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ട്രെയിനിങ് പീരീഡിൽ എവിടെ തന്നെ ചെയ്യുക, ഒരു പ്രാക്ടീസിങ് CMAൻ്റെ അടിയിൽ തന്നെ പോയിട്ട് ചെയ്യുക. കാരണം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കാണ് നിങ്ങൾ ഒരു കമ്പനിയിൽ ചെയ്യാൻ പോകുന്നത്. കമ്പനിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ എന്നുള്ള ഒരു കമ്പനിയിലാണ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയും നമുക്ക് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പോയിട്ട് പഠിക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനോ GST ഫയൽ ചെയ്യാനോ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻസോ അല്ല. പിന്നെയോ ആ കമ്പനിയുടെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ കോസ്റ്റിംഗ് ഏത് മേഖലയിലേക്കാണോ നിങ്ങൾ എത്തുന്നത് അതായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, അത് മാത്രമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശമുള്ള ആൾക്കാരാണ്, ഇപ്പം തന്നെ ഞാൻ പ്രാക്ടീസിങ് ആണ് എൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും അവരെങ്ങോട്ട് പോവുക, ഒരു പ്രാക്ടീസിങ് CMAൻ്റെ അടിയിൽ ട്രെയിനിങ്ങിന് പോവുക. കാരണം 15 മാസം കൊണ്ട് കുറേ നോളജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 15 മാസം കൊണ്ട് എല്ലാ നോളജും പഠിച്ചെടുക്കാൻ പറ്റും ഇല്ല, പക്ഷേ എന്നാലും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ പ്രാക്ടീസിങ് CMAൻ്റെ അടിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. രണ്ടാമത്തത് നോക്കുക, ഇൻ എനി ഓഫ് ദി
ഫോളോയിങ് ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് വരുന്നത്? ഒന്നാമത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ സെമി ഗവൺമെന്റ് പബ്ലിക് യൂട്ടിലിറ്റീസ്, ബാങ്ക് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ്, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? നമ്മുടെ ട്രെയിനിങ്ങിന് വേണ്ടി പോകാൻ പറ്റുന്നതാണ്. PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. അതർ യൂണിവേഴ്സിറ്റീസിൽ, മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ പോകാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനിയും പോവാം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, NGOs. അപ്പൊ ഈ NGOസിലൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരെ നിങ്ങൾ സഹായിക്കുക എന്നുള്ളത്, അവിടെ വെൽഫെയർ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. അതൊന്നും എന്തിൽ പെടൂല? ട്രെയിനിങ്ങിൽ പെടൂല. ആ NGOയിൽ പോയിട്ട് അവിടുത്തെ കണക്കുകൾ, കാര്യങ്ങൾ, അക്കൗണ്ട്സ് കാര്യങ്ങളാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, അത് ട്രെയിനിങ്ങിൽ പെടും. മനസ്സിലായോ? എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം എന്നുള്ളതും എന്തുണ്ട്? ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. അടുത്ത് ഇഫ് ദ ഫേം ഓഫ് ചാർട്ടേഡ്, കുറെ ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ്. CA കാരുടെ അണ്ടറിൽ, ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയോ കമ്പനി സെക്രട്ടറിന്റെയോ അണ്ടറിൽ നമുക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്നതാണോ? അതാണ് ഇവിടെ പറയുന്ന പോയിന്റ്. ഇഫ് ദി ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കമ്പനി സെക്രട്ടറീസ് ഹാവ് സെപ്പറേറ്റ് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഡിവിഷൻ. CAക്കോ CS-ന് എന്തുണ്ട്? സെപ്പറേറ്റ് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഡിവിഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഡിവിഷനിൽ, അഥവാ ഇപ്പൊ നമ്മൾ നോർമലി CA-കാർ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻകം ടാക്സ്, GST അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ ഓഡിറ്റ് കാര്യങ്ങളൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ചില CA-കാർ എന്തുണ്ടാവും? മാനേജ്മെന്റ് കൺസൾട്ടിംഗ് വർക്ക്, നമ്മുടെ പേരെന്താണ്? കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. അപ്പൊ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് വർക്ക് കൂടി ആര് ചെയ്യുന്നുണ്ടാവും? ഈ CA-കാരും CS-കാരും ചെയ്യുന്നുണ്ടാവും. അവരുടെ ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു പ്രാക്ടീസിങ് ഫേമിന്റെ ഉള്ളിൽ തന്നെ അല്ല, അതിന് അവരെന്ത് ചെയ്തിട്ടു? ഈ ഒരു മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് അവർ ഒരു ഡിവിഷൻ എന്ത് ചെയ്തു? സ്ഥാപിച്ചിട്ടുണ്ട്. അവിടേക്കാണ് നിങ്ങൾ ഈ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ CA-കാരുടെ അണ്ടറിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതല്ലാതെ നോർമലി പ്രാക്ടീസ് ചെയ്യുന്ന CA-കാരുടെ അണ്ടറിൽ നിങ്ങൾക്ക് പറ്റില്ല. അതേപോലെ തന്നെ CS-കാരുടെ അണ്ടറിലും നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ നിങ്ങൾ CA-കാരുടെ അടുത്ത് പോവാണെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം, ഇവിടെ ഒരു മാനേജ്മെന്റ് കൺസൾട്ടൻസി അങ്ങനെ ആയിട്ട് സെപ്പറേറ്റ് ഡിവിഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? അവിടേക്കാണ് ട്രെയിനിങ് വേണ്ടത്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എനിക്ക് അവിടെ ട്രെയിനിങ് ചെയ്താലേ നമ്മുടെ ട്രെയിനിങ് പീരീഡ് അവിടെ കവർ ആവുള്ളൂ. റൂള് പ്രകാരം ചെയ്യണം. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? CA-കാരുടെ അണ്ടറിൽ പറ്റും, പക്ഷേ ഒറ്റയടിക്ക് മൊത്തത്തിൽ പറ്റൂല. സെപ്പറേറ്റ് മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഡിവിഷൻ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനിയോ കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ? അല്ല, എട്ടാമത്തെ പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എനി അതർ ഓർഗനൈസേഷൻ, പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട്. അവരുടെ ടേൺ ഓവർ, പ്രസീഡിംഗ് ഇയറിലെ ടേൺ ഓവർ 25 lakh, 25 ലക്ഷം പ്രോഫിറ്റ് എന്നല്ല പറഞ്ഞ, ആ കമ്പനിയിൽ 25 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഉണ്ടായിരിക്കണം. ഏത് സെക്ടർ ആണെങ്കിൽ? സർവീസ് സെക്ടർ ആണെങ്കിൽ. ഇൻ കേസ് ഓക്കെ, സർവീസ് സെക്ടർ ആയിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു സ്ഥലത്ത് ട്രെയിനിങ്ങിന് പോകണം. അപ്പൊ എൻ്റെ റിലേഷൻസ് ഉള്ള എൻ്റെ ഒരു കസിൻ എന്തുണ്ട്, ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി എന്ന് പറഞ്ഞാൽ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് 25 ലക്ഷത്തിൽ കൂടുതൽ ഒരു വർഷത്തിൽ ടേൺ ഓവർ ഉണ്ട്. എങ്ങനെയാണ് എനിക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാം, ട്രെയിനിങ് ചെയ്യാം. എനിക്ക് അവിടുത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ട്സ്, മാനേജ്മെന്റ് അക്കൗണ്ട്സ് ഒക്കെ ചെയ്തുകൊണ്ട് എനിക്ക് അവിടെ ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അവർ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി അല്ല, ഒരു മറ്റുള്ള മാനുഫാക്ചറിംഗ് സെക്ടറാണ്, ഇപ്പോൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കമ്പനികളാണ്. അങ്ങനെയാണെങ്കിൽ 25 ലക്ഷം എന്നുള്ളതല്ല അവിടുത്തെ ടേൺ ഓവർ വരുന്നത്. അവിടുത്തെ ലിമിറ്റ് വരുന്നത് 50 lakh ആണ്. 50 ലക്ഷം ടേൺ ഓവർ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എന്ത് ചെയ്യാം? ട്രെയിനിങ്ങിന് കയറാൻ പറ്റുന്നതാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാൻ ട്രെയിനിങ്ങിന് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അറിയിക്കും, ഇൻസ്റ്റിറ്റ്യൂഷനെ അറിയിക്കും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ, CMA ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ അറിയിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഇവരുടെ ഫിനാൻഷ്യൽസ് കൂടി, നമ്മൾ ഇവരുടെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൂടി നമ്മുടെ ഫോമിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. എന്നാലല്ലേ ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി പോയി ട്രെയിനിങ് ചെയ്യാം. എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ഞാൻ പറയണം, ഇവിടെ 50 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ ഉണ്ട്, ഞാൻ ഇവിടെ കയറുകയാണ്, ഇവിടെ ട്രെയിനിങ് ചെയ്യാണെന്ന് പറയാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അറിയണ്ടേ ഇവർക്ക് 50 ലക്ഷം ടേൺ ഓവർ ഉണ്ടോന്ന്? ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ മനസ്സിലാവുക? അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചോദിക്കും? ഇവരുടെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൂടി മോൻ എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അയച്ചുകൊണ്ടാന്ന് പറയും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ, നിങ്ങൾക്ക് ഏത് കമ്പനിയിൽ വേണേൽ പോകാം, അവിടുത്തെ ടേൺ ഓവർ മാത്രം നോക്കിയാൽ മതി. അത്യാവശ്യം വലിയ കമ്പനീസ് ആണെങ്കിൽ അവിടെ എന്തായാലും എന്തുണ്ടാവും? ഈ ടേൺ ഓവർ ഉണ്ടാവും. ഇങ്ങനത്തെ സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്പ്ലോർ ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വർക്ക് ചെയ്താൽ മതിയോ? പോരാ. പിന്നെ ഈ ലിസ്റ്റിൽ പറയുന്ന ചെറുതായി പോയിട്ടുണ്ട്. ഓക്കെ, PPT കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്, ഞാൻ വായിക്കാം. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് വർക്കുകളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞു NGOസിൽ നിങ്ങൾക്ക് പോവാം, സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുക, അങ്ങനത്തെ വർക്കുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതൊക്കെ നല്ല വർക്ക് തന്നെയാണ് കേട്ടോ, അതൊന്നും മോശമെന്നല്ല പറയുന്നത്. പക്ഷേ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ അത് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ അവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് വർക്കുകളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിംഗ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇതിൽ ഞാൻ ഇപ്പോൾ വായിക്കുന്ന ഇതിൽ പെട്ടിട്ടുള്ള ഏത് വർക്കുകളാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓഡിറ്റിംഗ് വർക്കുകൾ,
റെഗുലേറ്ററി കംപ്ലൈൻസ്, ഇപ്പം നമ്മുടെ ഫെമ അങ്ങനത്തെ കംപ്ലൈൻസ് വർക്കുകളൊക്കെ വരുന്നുണ്ട്, RBIന്റെ അങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റും. ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് ചെയ്യുന്ന സ്ഥലമാണ്. കോർപ്പറേറ്റ് ലോ, ഇൻഡസ്ട്രിയൽ ലോ, കൊമേഴ്ഷ്യൽ ലോ ഒക്കെ നിയമപരമായിട്ടുള്ള ഏതെങ്കിലും ലോ ചെയ്യുന്ന ലോവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഈ സ്ഥാപനങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. സിസ്റ്റം അനാലിസിസ്, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻക്ലൂഡിംഗ് ERP സിസ്റ്റം, അഥവാ നമ്മുടെ സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. ഈ സോഫ്റ്റ്വെയറുകളൊക്കെ എന്ത് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാണ്, അക്കൗണ്ട്സ് സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു സോഫ്റ്റ്വെയർ സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ടീമിന് എന്ത് വേണം, എങ്ങനെയാണ് ഇതിന്റെ അക്കൗണ്ട്സ് വരിക, അവർക്ക് അക്കൗണ്ട്സ് അറിയോ ഇല്ല, നമുക്കാണ് അറിയാം. അപ്പോൾ ആ അക്കൗണ്ട്സ് സപ്പോർട്ട് ചെയ്ത് അക്കൗണ്ട്സ് ഈ സോഫ്റ്റ്വെയറിൽ എങ്ങനെ ചെയ്യാന്നുള്ള സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് ട്രെയിനിങ്, അങ്ങനത്തെ കമ്പനിയാണ്, അങ്ങനത്തെ കമ്പനിയിലും ട്രെയിനിങ് ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇത് പ്രൊജക്ട് മാനേജ്മെന്റ്, ബാങ്കിങ് ഓപ്പറേഷൻ, ഇൻഷുറൻസ്, ഇൻസോൾവൻസി, വാല്യുവേഷൻ, ഫിനാൻഷ്യൽ സർവീസ്, ടീച്ചിങ് പറ്റുന്നതാണ്. ഇപ്പോൾ ആർക്കും ഡൗട്ട് ഉള്ളതാണ്, ടീച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ട്രെയിനിങ് പീരീഡ് ആയിട്ട് കണക്കാക്കും. യെസ്, ടീച്ചിങ് എവിടെ എന്തെങ്കിലും ടീച്ച് ചെയ്തിട്ട് കാര്യമില്ല. ഫിനാൻസ്, അക്കൗണ്ട്സ്, കോസ്റ്റിംഗ്, ടാക്സേഷൻ ആൻഡ് മാനേജ്മെന്റ്, കൺസൾട്ടൻസി സർവീസസ് അടുത്തത്. ഓക്കെ, ഇനി എഞ്ചിനീയറിംഗ് സർവീസസ്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ മേഖലകളിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലൊരു നോളജ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്തത് നമ്മൾ ഏതൊക്കെ ട്രെയിനിങ് ഫോമുകളാണ് എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് T1 അല്ലെങ്കിൽ T4 എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിങ് CMA അണ്ടറിൽ ട്രെയിനിങ്ങിന് പോകാം, അല്ലെങ്കിൽ മറ്റുള്ള കമ്പനീസ് പോകാം. നിങ്ങൾ പ്രാക്ടീസിങ് CMA ആണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് T1 എന്നുള്ള ഫോമാണ്. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ആ T1 ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലൊന്നുമില്ല, T1 ഫോമിൽ ഉണ്ടാവുക നിങ്ങളുടെ പേര്, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങൾ ഏത് പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ കീഴിലാണോ വർക്ക് ചെയ്യുന്നത് അയാളുടെ പേര്, അയാളുടെ എന്താ പറയുക മെമ്പർഷിപ്പ് നമ്പർ, കാര്യങ്ങളൊക്കെയാണ് അതിൽ എന്ത് ചെയ്യാൻ ഫില്ല് ചെയ്യാനുണ്ടാവും. അത് ഫില്ല് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ എൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യാൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം എൻ്റെ സൈനും എൻ്റെ സീലും നിങ്ങൾ വാങ്ങേണ്ടതാണ്. കൂടാതെ ഞാൻ അതിൻ്റെ പേരിൽ യൂഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, ആ യൂഡിനും എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇതാണ് T1 എന്നുള്ള ഫോമിന്റെ പ്രൊസീജിയർ. ഇനി നിങ്ങൾ ഈ ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ കീഴിലല്ല വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഒരു കമ്പനി നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കമ്പനികളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ T1 എന്നുള്ള ഫോം അല്ല അവിടെ യൂസ് ചെയ്യേണ്ടത്, T4 എന്നുള്ള ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. T1 ആണെങ്കിലും T4 ആണെങ്കിലും എന്താണ് അതിന്റെ ഉദ്ദേശം, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിക്കുകയാണ്, ഇന്റിമേറ്റ് ചെയ്യാണ്, ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ട്രെയിനിങ്ങിന് കയറിയിട്ടുണ്ട്, ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തിട്ട് 30 ദിവസത്തിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഫോമുകൾ ഫയൽ ചെയ്യേണ്ടത്. T4 ആണ് എന്ത് ചെയ്യേണ്ടത്, കമ്പനീസിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. പ്രിന്റ് എടുത്തതിന് ശേഷം ഫില്ല് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ സൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ തന്നെ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി T5 ആണ് അടുത്ത ഫോം വരുന്നത്. അഥവാ നിങ്ങളുടെ CMA ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട 15 മാസത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഫോമാണ് എന്ത്, T5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അത് പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടിന്റെ കീഴിലാണെങ്കിലും അല്ല, നിങ്ങൾ കമ്പനീസിലാണെങ്കിലും T5 എന്നുള്ള ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി T3 എന്നുള്ള ഫോമാണ്, അത് എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല. അഥവാ നമ്മൾ CMAക്ക് ജോയിൻ ചെയ്യുന്നത്, CMAക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ മുന്നേ മറ്റേതെങ്കിലും കമ്പനീസിലൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും പ്രൊമോഷന് വേണ്ടി അങ്ങനെ. അപ്പോൾ അവർക്ക് ഈ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ മുന്നേ ചെയ്തിട്ടുള്ള വർക്കുകളും ട്രെയിനിങ് ആയിട്ട് കണക്കാക്കപ്പെടുന്നതാണ്, അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിലേക്ക് മെർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഫോമാണ് T3. അത് കുറെ ആൾക്കാർക്ക് വേണ്ടതല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മളുടെ പ്രധാനമായിട്ടുള്ള ഫോം T1 അല്ലെങ്കിൽ T4, അതേപോലെ തന്നെ എന്ത് T5. ഇനി അടുത്തൊരു ഡൗട്ട്, ഞാൻ ഒരു സ്ഥലത്ത് സാർ എന്ത് ചെയ്തു, ട്രെയിനിങ്ങിന് വേണ്ടി കയറി കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രാക്ടീസിങ് CMA അടിയിൽ ഞാൻ എന്ത് ചെയ്തു, ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തു. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും കാരണവശാൽ ഇപ്പം എൻ്റെ വീട് മാറി പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് അയാളുടെ അടുത്ത് ഇനി പോകാൻ പറ്റില്ല, എനിക്ക് മറ്റേതെങ്കിലും CMA അടിയിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു CMA അടിയാണ്, കുറച്ച് കാലം കഴിഞ്ഞ് എനിക്ക് ഒരു കമ്പനിയിലേക്ക് മാറാൻ പറ്റുമോ, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഞാൻ കമ്പനിയിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്, കുറച്ച് കാലം കഴിഞ്ഞ് എനിക്ക് CMA അടിയിലേക്ക് മാറാൻ പറ്റുമോ? യെസ്, നിങ്ങൾക്ക് മാറാൻ പറ്റുന്നതാണ്. ഈ 15 മന്ത് ഡ്യൂറേഷൻ്റെ ഉള്ളിൽ, ഈ 15 മന്ത് ഈ ഒരു പീരീഡിൻ്റെ ഉള്ളിൽ 3 തവണ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇങ്ങനെ സ്ഥലങ്ങൾ മാറാൻ പറ്റുന്നതാണ്. ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്തു, അവിടെ നിന്ന് മാറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ നിന്ന് മാറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക്, ഇങ്ങനെ മാക്സിമം 3 തവണ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. അതൊരിക്കലും നല്ല കാര്യമല്ല, ഞാനൊരു റൂൾ പ്രകാരമുള്ള സംഭവം പറഞ്ഞു തന്നു. നമ്മൾ എവിടെയാണോ ജോയിൻ ചെയ്യുന്നത് അവിടെ തന്നെ 15 മന്ത് നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നോളജ് കാര്യങ്ങൾ കിട്ടുക. ഒരേ ഫീൽഡിൽ തന്നെ നിൽക്കുമ്പോൾ ആണ് നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള നോളജ് കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോഴും അവിടെയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫോമുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ T1ഉം T5ഉം ഒരു സ്ഥലത്ത് നിന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ CMA കാരനെ കൊണ്ട് എന്ത് ചെയ്യണം, സൈൻ ചെയ്തിട്ട് T5 വാങ്ങി അത് അപ്ലോഡ് ചെയ്ത് അടുത്ത സ്ഥലത്ത് പോയിട്ട് T1 വാങ്ങി അപ്ലോഡ് ചെയ്യുകയൊക്കെ വേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനത്തെ പ്രൊസീജിയർ ഉണ്ട്. അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ആവശ്യമുള്ള അല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി പറയുന്നില്ല. അടുത്തതാണ് സ്റ്റൈപ്പൻഡ്.
നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ പല പോസ്റ്ററുകളും കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാരും വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് തരുന്ന പോസ്റ്ററുകളിൽ നിങ്ങൾക്ക് കാണാം സ്റ്റൈപ്പൻഡ് ആസ് പെർ ഇൻസ്റ്റിറ്റ്യൂട്ട് നോംസ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ പ്രകാരമാണ് നമ്മൾ സ്റ്റൈപ്പൻഡ് കൊടുക്കുക. എത്ര എന്നുള്ള എമൗണ്ട് അതിൽ എഴുതിയിട്ടുണ്ടാവില്ല. ഇപ്പൊ എൻ്റെ സ്ഥാപനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റ് അല്ലെ ഫേം ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ കീഴിലാണ് നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് അവർക്ക് ആദ്യത്തെ വർഷം 2000 രൂപ മിനിമം എന്ത് ചെയ്യണം, പെർ മന്ത് സ്റ്റൈപ്പൻഡ് കൊടുക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പൊ 2000 രൂപയ്ക്കും സ്റ്റൈപ്പൻഡ് ഉണ്ടാവും ആദ്യത്തെ വർഷം. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ 3000 ആണ്. തേർഡ് സാർ എന്തിനാ തേർഡ് ഇയർ ഇപ്പൊ പറയുന്നത്? കാരണം 15 മാസമല്ലേ നമ്മൾ ട്രെയിനിങ് പീരീഡ്. തേർഡ് ഇയർ എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശരിക്കും നമുക്ക് 3 വർഷമാണ് എന്ത് ട്രെയിനിങ് പീരീഡ്. CMA ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എത്രയാണ്? 4000 ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ കമ്പനികളിലാണ് PCMA അടിയിലല്ല നിങ്ങൾ പോകുന്നത്, കമ്പനികളിലാണ്, മറ്റുള്ള ഓർഗനൈസേഷനിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8000, 10,000, 12,000 എന്നുള്ള രീതിയിലാണ്. എന്നാൽ മെട്രോപൊളിറ്റൻ സിറ്റീസിലാണെങ്കിൽ അതെന്ത് ചെയ്യും? 10,000, 12,500, 15,000 എന്നുള്ള ഇത് മിനിമം സ്റ്റൈപ്പൻഡ് ആണ്. ഇതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം. ഓക്കെ, എന്തായാലും ഇതാണ് എന്ത് മിനിമം സ്റ്റൈപ്പൻഡ് ആയിട്ട് വരുന്നത്. പക്ഷേ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടത് 2000 രൂപയെ കിട്ടുള്ളൂ എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ അവിടെ പൈസക്ക് വേണ്ടിയിട്ടല്ല പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും ചില ആൾക്കാരുടെ മൈൻഡിൽ നെഗറ്റീവായിട്ട് തോന്നും, സാറിന് അങ്ങനെയൊക്കെ പറയാം, പൈസ കിട്ടണ്ടേ, എന്നാലല്ലേ നമുക്ക്. നിങ്ങൾക്ക് പൈസനെക്കാട്ടി വലിയ സംഭവമാണ് അവിടെ കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരു സ്ഥലത്ത് നിങ്ങൾ CMA ഇൻസ്റ്റിറ്റ്യൂഷൻ കോച്ചിങ്ങുകൾ പഠിക്കുന്നുണ്ട് അല്ലെ, കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ പൈസ കൊടുത്തിട്ടല്ലേ പഠിക്കുന്നത്? അവിടെ നിങ്ങൾ തിയറി പരമായിട്ടുള്ള നോളജ് അല്ലേ പഠിക്കുന്നത്. ഇപ്പൊ എന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പൈസ തന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് വാങ്ങി പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഈ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും PCMA അണ്ടറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീസിലോ നിങ്ങൾ പോയി പഠിക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേമിലേക്കുള്ളതാണ്. ആ സംഭവം ഇപ്പൊ എന്റെ കമ്പനിയിൽ നിങ്ങൾ വന്നു, എന്റെ കീഴിൽ നിങ്ങൾ വന്നു, നിങ്ങൾ ഇൻകം ടാക്സ് പഠിച്ചു, GST പഠിച്ചു, കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പഠിച്ചു, ട്രേഡ് മാർക്ക് എടുക്കാൻ പഠിച്ചു, കോസ്റ്റ് ഓഡിറ്റ് പഠിച്ചു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റൂലേടാ. എവിടെങ്കിലും പോയാൽ ഇത് പഠിപ്പിച്ചു തരുവാടാ, പ്രാക്ടിക്കലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുവാടാ? ഇല്ല. അപ്പൊ ഇവിടെ 2000 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ചെറിയൊരു എന്താ പറയുക അലവൻസ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ്. നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയ എക്സ്പെൻസ് ആയിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. അതല്ലാതെ ഈ 2000-ന് വേണ്ടിയിട്ടല്ല ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ ഒരു സ്ഥലത്തും ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നത്. നമുക്ക് ആ നോളജ് കിട്ടുക എന്നുള്ളതാണ്. അതൊരു സ്ഥലത്ത് പോയാലും എന്ത് ചെയ്യില്ല, ആ നോളജ് നമുക്ക് വേറെ കിട്ടൂല, പിന്നെ പഠിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ പോയി പഠിക്കുക, പഠിച്ചെടുത്തിട്ട് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ട് പിന്നെ ഇൻകം ടാക്സ് സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, സ്വന്തമായിട്ട് GST ചെയ്ത് കൊടുക്കാൻ പറ്റും, സ്വന്തമായിട്ട് കമ്പനികൾ രജിസ്റ്റർ കൊടുക്കാൻ പറ്റും. ആ ഒരു ലെവലിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ CMA കഴിഞ്ഞ് നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സംഭവം ഉണ്ട് അല്ലേ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന. അഥവാ ചെറിയ കമ്പനീസ് അല്ല, ഈ നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ പുറത്തുള്ള വലിയ കമ്പനീസ് ആണ്, വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് ഈ ക്യാമ്പസ് പ്ലേസ്മെന്റിന് വരിക. അപ്പൊ ഈ ക്യാമ്പസ് പ്ലേസ്മെന്റിന് വരുന്ന സമയത്ത് നമുക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. കുറെ ആൾക്കാർ ഓൾ ഇന്ത്യ ലെവലിലുള്ള ആൾക്കാർ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് കമ്പനികൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം മുട്ടാതെ പറയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ട്രെയിനിങ് നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജൂണിൽ എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഇനി വേറെ കോച്ചിങ്ങിനൊന്നും പോകാനില്ല. അവർ ഡിസംബറിലാണ് അടുത്ത എക്സാം വരുന്നത്. ഇഫ് എനി കേസ് അപ്പോൾ റിസൾട്ട് വരുമ്പോൾ അവർ തോറ്റു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിസംബറിൽ അവർക്ക് എക്സാം ചെയ്തതുണ്ട്. അപ്പൊ സാർ എനിക്ക് പ്രശ്നമാവൂലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇപ്പം തീരെ ട്രെയിനിങ്ങിന് പോകുന്നില്ല. എടാ അങ്ങനെ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റൂള് പ്രകാരം നിങ്ങൾക്ക് ഈ ഒരു എക്സാം അടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു 30 ദിവസത്തെ ലീവ് ഏതൊരു സ്ഥാപനമാണെങ്കിലും തരുന്നതാണ്. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത് റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു 1 മന്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡി ലീവിന് ഇറങ്ങിയിട്ട് പഠിച്ചിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് ഡിസംബറിൽ എക്സാം ചെയ്താൽ. അപ്പൊ സാർ ആ 1 മന്ത് കൊണ്ട് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോൽക്കുമെന്ന് പേടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കുക. കുറേ സമയം ഉണ്ടെന്ന് വിചാരിച്ച് നിൽക്കരുത്. സമയം നമ്മൾ ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഓരോ ദിവസങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ കുറേശ്ശെ ആണെങ്കിൽ കുറേശ്ശെ എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുകയാണെങ്കിൽ രാവിലെ മുതൽ ഒരു 5:30 വരെയൊക്കെ ട്രെയിനിങ് ഉണ്ടാവുക അല്ലെ. ആ സമയം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അല്ലെ ഹോസ്റ്റലിൽ വന്നിട്ട് എന്ത് ചെയ്യുക, 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്ലാസ്സുകൾ കാണുക, പഠിക്കുക. ഓക്കെ, അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എല്ലാ എക്സാമുകൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ട് നല്ല മാർക്കോട് കൂടി എന്ത് ചെയ്യുക, പാസ്സാവുക. ഓക്കെ, അപ്പം മിക്കവാറും നിങ്ങളുടെ ഏകദേശം എല്ലാ ഡൗട്ടുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല, ചെറിയൊരു സമയം കൊണ്ട് പറയാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പർട്ടിക്കുലർ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, റിപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.